ജി സുധാകരനെ പോലെ 46 വർഷക്കാലം ത്യാഗോജ്വലമായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം നയിച്ച സുധാകരൻ ഇന്ന് പാർട്ടിയോട് വിട ചൊല്ലുകയാണെങ്കിൽ അതൊരുപക്ഷെ ഒരു പുതിയ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ തുടക്കമായിരിക്കില്ല എന്ന് ആർക്കോ പറയാൻ കഴിയും സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ വേറൊരു വാർത്ത ഇതോടുകൂടി തന്നെ കണ്ടു. എന്താണെന്നറിയോ? പയ്യന്നൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ 36-ാം വാർഡിൽ ജയിച്ച CPM വിമതനുണ്ട്. 1700 വോട്ട് ജയിച്ച CPM വിമതനുണ്ട്. വൈശാഖ എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേരെന്നു. ആ ചെറുപ്പക്കാരനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നു വിമതർ എന്നൊരു വാർത്തയും കൂടി ഒപ്പം ഞാൻ കണ്ടു. അതാണ് കണ്ണൂരിൽ നടക്കുന്നത്. അതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കും ഏറെ ബഹുമാനമുള്ള ജി സുധാകരൻ എന്ന് പറയുന്ന ആ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ, ആ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പാർട്ടിയോടുള്ള വിടചൊല്ലൽ അദ്ദേഹം ജനലക്ഷങ്ങളോടൊപ്പം ഒന്നും ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങ് അവസാനിപ്പിച്ചങ്ങ് വീട്ടിലിരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പൊതുരംഗത്തുണ്ടാവും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് 10-20 വർഷക്കാലമായി ഈ പാർട്ടിയുടെ ജീർണതയ്ക്കെതിരെ പോരാടുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് ജി സുധാകരൻ സഖാവിനോട് സൂചിപ്പിക്കാനുള്ളത്, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു പുതിയ മൂവ്മെൻറ്റിന്, ഒരു പുതിയ പ്രസ്ഥാനത്തിന് അങ്ങ് കേരളത്തിൽ നേതൃത്വം നൽകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിനുള്ള എല്ലാ യോഗ്യതയും എല്ലാ ആദർശശുദ്ധിയും ഒരു പ്രലോഭത്തിന് വഴങ്ങാത്ത സ്വഭാവവുമുള്ള ഒരു നേതാവാണ് ജി സുധാകരൻ. അതുകൊണ്ട് ജി സുധാകരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഇന്നത്തെ ഈ തീരുമാനം ഒരവസാനമല്ല, അതൊരു പുതിയ തുടക്കത്തിന് കാരണമാകട്ടെ എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിലും സാക്ഷാൽ VS അച്യുതാനന്ദൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാൾ എന്ന് അവകാശപ്പെടുന്ന ഒരാൾ എന്നുള്ള നിലയിലും എനിക്ക് ജി സുധാകരനോട് ഈ അവസരത്തിൽ സൂചിപ്പിക്കാം.